ഒന്ന് സ്പീഡിൽ പോട്ടോ അമ്മ. 4 മണി കഴിഞ്ഞ് ഇനി വീടത്തിന് അമ്മ അടിക്കും നമ്മളെ. ഓ സ്പീഡിൽ തന്നെയാ മകളെ പോകുന്നേ. എടി ചിത്രേ, എനിക്ക് പേടിയാവുന്നു ഇത്തിരി താമസിച്ചതിനെ കൊണ്ട്. ഏയ് പേടിക്കാന്ന് വേണ്ടടി, ഞാൻ നിന്റെ വീട്ടിൽ കളിച്ചതേ അമ്മട്ടെ പറയത്തുള്ളൂ. എന്റെ പഠിച്ചോനെ അമ്മച്ചിട്ടൊന്ന് കൊറേ കിട്ടണ എന്തോന്ന് എനിക്ക്. കുഴപ്പമില്ലടി പാത്തു, നിങ്ങൾ എന്റെ വീട്ടിൽ നിന്നൊന്ന് പറഞ്ഞാൽ മതി. ആഹാ അപ്പൊ വീട്ടിൽ പറയാനല്ലോ എല്ലാം കൂടെ പറഞ്ഞ് ഉറങ്ങി വന്നത്. അയ്യോ അങ്ങനെയൊന്നുമില്ല മാമ, നമ്മൾ പിള്ളേരെല്ലാം കൂടെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നിങ്ങൾ അമ്മമാരെല്ലാം ചോദിച്ചാൽ ഞാൻ എല്ലാം പറഞ്ഞെടുക്കും കേട്ടാ. അയ്യോ മാമ പേടിക്കണ്ട, ഒന്നും ചോദിക്കുന്നില്ല, നമ്മൾ കളിക്കാൻ വേണ്ടി വരണതല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും മാമ. എന്റെ ദൈവമേ പെട്ട്. എടി ചിത്രേ, നിന്റെ അമ്മ ദോ നോക്ക് നോക്ക്. എന്റെ അമ്മേ, അമ്മ കുനിഞ്ഞിരിക്ക് എല്ലാരും കുനിഞ്ഞിരിക്ക്. പാത്തു എല്ലാം കുനിഞ്ഞിരിക്ക്. എന്റെ ദൈവമേ, അമ്മ നമ്മളെ കണ്ടെന്നാ തോന്നുന്നേ. പോയോ? ആ മാമ എന്നെ വളവിൽ ഇറക്കിയാ മതി കേട്ടാ മാമ. മതി മാമ മതി, ഇവിടെ ഇറക്കിയാ മതി. ചിറ്റക്കു ഞാൻ പോട്ടാ. എടി എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കണേ കേട്ടാ. ഇത് സീനാണ് നീ വിളിക്കണേ കേട്ടാ. ആ ഞാൻ വിളിക്കാം പെട്ടെന്ന് പൊയ്ക്കോ നിങ്ങള്. എന്നെ പഠിച്ചോനേ. അമ്മേ എനിക്ക് പേടിയാവുന്നു അമ്മേ. ഈ രുക്കു അല്ലേ ഇവിടെന്നാ രാവിലെ പോയിന്നാ പറഞ്ഞത്. ഇത് ഇവിടെ പോയിന്ന് ഒന്നും അറിയത്തില്ല. ശിവ ഈ കുട്ടി ഇത് പറയാതെ എവിടെയാ പോയിരിക്കുന്നേ? എന്റെ ദൈവമേ, ഇത് ഇവൾ എവിടെ പോയത്? അമ്മേനെ പാത്തുന്റെ വീട്ടിൽ നോക്കിട്ട് വരട്ടെ. പാത്തുവിന്റെ വീട്ടിലും പോയിരുന്നു വർഷേ. അവരെല്ലാരും ഒരുമിച്ചാ പോയത്. പാത്തുവിന്റെ വീട്ടിലും രുക്കുവിന്റെ വീട്ടിലും പറഞ്ഞത് പിള്ളേർ ഇങ്ങോട്ട് വരുന്നാ പറഞ്ഞത്. ഓഹോ, ഈ പിള്ളേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ടാ പ്ലാൻ ചെയ്ത് പോയിരിക്കണം അമ്മേ. എന്റെ ദൈവമേ, നീ ഉടനെ മനുവിനെ വിളിച്ചേ അങ്ങോട്ട്. ശരി അമ്മേ, ഞാൻ ഒന്ന് മനുവേട്ടനെ വിളിക്കട്ടെ. ഇന്ന് മനുവേട്ടന് കുറെ കിട്ടണം അതിനൊന്ന് എനിക്ക്. അച്ഛൻ ഇത്രയും തന്നെയാണോ? ഇതെന്താ ഇത്? മാറി മക്കളെ നോക്കട്ടെ. ഓ മൈൻഡാക്കാൻ നിൽക്കാം. എനിക്ക് പേടിച്ചിട്ട് വയ്യ. അമ്മ നമ്മളെ കണ്ടാവോ? ശിവ ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുന്നത്? പാറുവിനെ കടന്നെ വിളിച്ചായിരിക്കും അവര് പറയുന്നേ. അമ്മേ അമ്മ കിടന്ന് വിളിക്കുന്നേ. ചേച്ചി ഇവിടെ വരുന്നുണ്ട് ഇത്ര നേരം. എന്തോ വർഷേ ഇതിപ്പോ വന്ന്? അമ്മേ ഞാൻ നോക്കിയപ്പോ ഇവിടെ വന്നിരിക്കുന്നു. അമ്മേ ഞാൻ രുക്കുവിന്റെ വീട്ടിൽ നിന്ന് കളിച്ച് തളർന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ. അമ്മേ നീ എവിടെ പോയിരുന്നുണ്ട് ഇത്ര നേരം? ചോദിക്കമ്മേ ഇങ്ങോട്ട്. അമ്മേ ഞാൻ രുക്കുവിന്റെ പാത്തുന്റെ വീട്ടില് നിന്നമ്മേ. എന്നോട് കള്ളം പറയാൻ തുടങ്ങിയോ? എവിടെ പോയെന്ന് സത്യം ഇപ്പൊ പറഞ്ഞോളൂ എന്റെ അടുത്ത്. എന്റെ ദൈവമേ, കുഞ്ഞു വന്നോ? ആ വന്ന അമ്മ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ചോദ്യം ചെയ്യല് തുടങ്ങി. അമ്മ നീ കളിക്കാൻ പോയതാണ് അമ്മേ. ഞാൻ വേറെ അടുത്ത് പോയതൊന്നും അല്ല. ഇത്ര നീ സത്യം പറഞ്ഞോളൂ. എന്റെ കയ്യിൽ നിന്ന് വെറുതെ നീ അടി മേടിക്കരുത്. എന്റെ ദൈവമേ, അമ്മ ഇല്ല അറിഞ്ഞെന്നാ തോന്നുന്നേ. സത്യം പറഞ്ഞാലോ അടി കിട്ടും, ഇല്ലെങ്കിലും അടി കിട്ടും. എന്തായാലും പറയാം. എന്റെ ദൈവമേ, കൊച്ചു വന്നോ? ഇത് എവിടെ പോയി കിടക്കായിരുന്നു കൊച്ചേ? നീ പറ കൊച്ചേ അങ്ങോട്ട്, എവിടെ പോയി കിടക്കായിരുന്നു? അതമ്മേ നമ്മൾ കൂട്ടുകാരെല്ലാരും കൂടെ കളിക്കാൻ വേണ്ടി പോയതാ അമ്മേ. എവിടെ മോളെ നീ പോയത്? അമ്മമ്മ നമ്മളെല്ലാരും കൂടെ ഫ്രണ്ട്സിലെല്ലാം ഉണ്ടായിരുന്നു അമ്മേ. പേടിക്കൊന്നുമില്ല. ഇത്ര സത്യം പറഞ്ഞിട്ട് എവിടെയാ നീ പോയെന്ന് ചോദിക്കുന്നുണ്ട് അടുത്ത്. തുളസി മാമേ വിറവെടുക്കാൻ വേണ്ടി ഫോറസ്റ്റിൽ പോയിരുന്നു. അപ്പൊ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ മാമന്റെ വണ്ടി കയറി ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോയതാ അമ്മേ. ആ ഫോറസ്റ്റ് ഒറ്റയ്ക്ക് പോയോ? ഒരു വാക്ക് വിളിച്ച് ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നോ? ഇനി പതി ഡയലോഗ് ഇവിടെ അടിക്കണ്ട. എങ്കിപ്പോ എനിക്ക് നന്നായിട്ട് കിട്ടും. എന്റെ ദൈവമേ, നീ ഒറ്റയ്ക്ക് ഫോറസ്റ്റിൽ പോയല്ലേടി? ഒറ്റയ്ക്ക് നല്ല ചേച്ചി രുക്കും പാത്തും കണ്ണനും കാതലെല്ലാം ഉണ്ടായിരുന്നു. നീ ആരുടെ ചോദിച്ചിട്ട് പോയത് ഇവിടെ നിന്ന്? നീ എവിടെ പോണെന്ന് പറഞ്ഞ ഇവിടുന്ന് പോയത്? അമ്മേ സോറി അമ്മേ, നമ്മളെ കൂട്ടുകാരെ കളിക്കാൻ പോയതല്ലേ അമ്മേ. പേടിക്കൊന്നുമില്ല അമ്മേ. എന്റെ ദൈവമേ, പെമ്പിളർ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ കൊള്ളാം കോച്ചേ. എന്റെ ദൈവമേ, ഞാൻ പോകാത്ത ഭാഗ്യം. അല്ലെങ്കിൽ ഞാനിവിടെ പ്രതികൂട്ടിക്കാറ് നിൽക്കേണ്ടി വന്നന. കൊടുക്കമ്മേ, 2 അടി കൊടുക്കമ്മേ നമുക്ക്. ഇനി പൊന്നു മക്കളെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകരുത് കേട്ടോ. ഒന്ന് പ്രത്യേകിച്ച് പെമ്പിളരാ നിങ്ങള്. അമ്മേ നമ്മള് പേടിക്കാനൊന്നുമില്ല അമ്മേ. തുളസികള് വിറവെടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു കൂടെ. ഇങ്ങോട്ട് ചോദിച്ചിട്ട് പോയത്? അമ്മേ അമ്മ അടിക്കല്ലേ അമ്മേ. അമ്മ സോറി അമ്മ, അടിക്കല്ലേ അമ്മേ. ഇങ്ങോട്ടിറങ്ങടി, താഴെ ഇറങ്ങി ഇങ്ങോട്ട്. സീതേ ചുമ്മാ ഇരിക്കി. ഒന്നും ഉണ്ടായിരിക്കമ്മേ. അമ്മേ പ്ലീസ് അമ്മേ, നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തിയല്ലേ അമ്മേ. അമ്മ അടിക്കല്ലേ അമ്മേ. നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കളിക്കാൻ പോയാണ് അമ്മേ. അതിലേക്ക് തറ ഇറങ്ങി നിൽക്കാനോ പറഞ്ഞു നിന്റെ അടുത്ത്. എന്റെ ദൈവമേ, അമ്മയുടെ കോപം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതാ നല്ലത്. അമ്മ എന്നെ അടിക്കില്ലെന്ന് പറയാമേ. ഇതേ നിർത്ത്, മനു അങ്ങോട്ട് വരട്ടെ. അമ്മ അടിക്കല്ലേ അമ്മ, നമുക്കൊന്നും പറ്റിയില്ല അമ്മേ. നമ്മൾ കൂട്ടുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു അമ്മേ. തറയിലോട്ട് ഇറങ്ങാനാ പറഞ്ഞു, വെറുതെ എന്റെ കയ്യിൽ നിന്ന് അടി വേങ്ങിക്കരുത്. തറയിലോട്ട് കൊച്ചി അങ്ങോട്ടെ. പേടിയാവുന്ന അമ്മ, അമ്മ എന്നെ അടിക്കൂ. എന്നെ അടിക്കല്ലേ അമ്മേ. നീ ആട്ടെ ചോദിച്ചിട്ട് പോയത് എനിക്കറിയണം. നീ എന്ത് കള്ളത്തരം അവിടെ പറഞ്ഞെന്ന് എനിക്കറിയണം. പിള്ളേർ ഈ കള്ളത്തരം പറഞ്ഞ് പഠിക്കാൻ കൊള്ളാവോ? അമ്മേ സോറി അമ്മേ, ഇനി കള്ളത്തരൊന്നും പറയില്ല അമ്മേ. അടിക്കില്ലെന്ന് പറയാമേ, എന്നെ അടിക്കില്ലെന്ന് പറയാമേ. സീതേ നിർത്ത്, നീ മതിയെ നിർത്ത്. ഒന്ന് മാറി നിൽക്കാമേ. പെമ്പിളരെ ഇങ്ങനെ വളർത്തിയാൻ പറ്റത്തില്ല. മാറി നിൽക്കാമേ ഇങ്ങോട്ട്. സോറി അമ്മേ. സീത നിർത്താനാ പറഞ്ഞു. മനു ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സംസാരിക്കാൻ മനുവിന്റെ അടുത്ത്. എന്നിട്ടാണ്
മനോട്ടന്റെ കയ്യിൽ എനിക്ക് കിട്ടാൻ. അമ്മേ സോറി അമ്മേ, ഇനി അമ്മേട്ടെ പറയാതെ ഒരിടത്ത് പോവില്ല അമ്മേ. സോറി പറഞ്ഞില്ലേ, ഇനി അവളൊരിടത്ത് പോകത്തില്ല. നീ മിണ്ടാതിരിക്കേ. അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കമ്മേ. സിരി നിർത്താനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്? അമ്മമ്മേ എന്നെ അടിക്കലെന്ന് പറ അമ്മമ്മേ, ഞാൻ പോവില്ല. എന്റെ അമ്മേ, ഈ കലാപരോട് ഇതിന് കഴിഞ്ഞില്ലേ? അയ്യോ പാവം, ഇത്രയും അടി കൊടുക്കണ്ടായിരുന്നു. അമ്മേ എന്നെ അടിക്കല്ലേ അമ്മേ. ഇത്ര ഓടരുത്, ഓടി എന്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കുന്നേ. അമ്മേ സോറി അമ്മേ, എന്നെ അടിക്കല്ലേ അമ്മേ, അടിക്കല്ലേ അമ്മേ. ഒറ്റയ്ക്ക് പോവാടി എവിടെയെങ്കിലും? വീട്ടിൽ പറയാതെ പോവാടി എവിടെയെങ്കിലും? ഇല്ല അമ്മേ, ഒരിടത്ത് ഞാൻ പറയാതെ പോവില്ല അമ്മേ. പ്ലീസ് അമ്മേ, എന്നെ അടിക്കല്ലേ അമ്മേ. അല്ല ഒന്നുമില്ല അമ്മേ. ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാനും കൂടെ. അല്ല ഒറ്റയ്ക്കൊക്കെ ഇവിടെ പോയത് ശരിയായില്ലെന്ന് പറയായിരുന്നു അമ്മേ. എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? ഈ ഫോറസ്റ്റ് ഒക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ കൊള്ളാവോ? അവിടെ എന്തോരം മൃഗങ്ങളുണ്ടെന്ന് അറിയാവോ? അറിയാതിരിക്കും, നീ കണ്ടിട്ട് എന്താ ഉപയോഗം? ദൈവമേ, പിള്ളേരെ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളാ. സത്യം പറ, നീ ഫോറസ്റ്റ് തന്നെയാണോ പോയത്? ദൈവമേ, വല്ല ചോദിക്കാം അവളടുത്ത്. ചേച്ചി ചേച്ചി എന്തിനു കരയാനാ? അയ്യോ മക്കളൊന്നും അറിഞ്ഞില്ലേ? അമ്മയുടെ കുറെ കിട്ടി. ഇപ്പൊ കിട്ടിയത് കുറച്ച് കൂടി പോയിടി, അതുകൊണ്ടായിരുന്നു കരയുന്നേ. അമ്മ അടിച്ചാ? നിന്റെ ചേച്ചിയെ ഫോറസ്റ്റിലൊക്കെ കറങ്ങിട്ട് വന്നിരിക്കുക. മിക്കവാറും ഫോറസ്റ്റ് ഓഫീസറാണ് ജോലി കിട്ടും നിന്റെ ചേച്ചിക്ക്. ഫോറസ്റ്റ് എന്ന് വെച്ചാ എന്തുവാ? അയ്യോ നീ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പൊ അത്ര അറിഞ്ഞാ മതി. പറ ചേച്ചി, എന്തുവാ ഫോറസ്റ്റ്? ഫോറസ്റ്റ് വെച്ച കാട്, അത്ര തന്നെ. ചേച്ചി കാട്ടിൽ പോയാ? അപ്പൊ അവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളില്ലേ ചേച്ചി? ചോദിച്ചോക്ക്. ചേച്ചി നല്ല കഥകൾ പറഞ്ഞിട്ട് ഒരുപാട് കഥകളാണ് നിന്റെ ചിത്ര ചേച്ചിക്ക് പറയാൻ. ചോദിച്ചോക്ക്. ഓണേ എന്റെ അമ്മേ, എനിക്ക് ഇടികൊള്ളാനും വയ്യ, അടികൊള്ളാനും വയ്യ. കൊച്ചേ, അടികൊള്ളണ്ട ഇങ്ങോട്ട് വാ. നല്ല കലിപ്പിലിരിക്കുക അവള്. ഈ കിട്ടുന്ന വാങ്ങിച്ചോടെ നിന്നോ. ചേച്ചി ഫോറസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. ചോദിച്ചല്ലേ ഉള്ളു. അവിടെ പുലിയും കടുവയൊക്കെ ഉണ്ടായിരുന്നാ? എടാ കണ്ണാ, പറ ചേച്ചി, വേറെ എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു? നീ എന്നെ വിളിച്ചാ? ചിത്ര ചേച്ചി കരയണം എന്തിനി? നീ വാ, വലിയ സീനായി. വാ വാ. ചേച്ചി ഫോറസ്റ്റിൽ പോയിരുന്നു, അതുകൊണ്ട് അമ്മ അടിച്ചു ചേച്ചിയാ. ചേച്ചി ഫോറസ്റ്റിൽ പോയാ? ഒറ്റയ്ക്ക് പോയാ? ഒറ്റയ്ക്കാണോ എന്ന് അറിഞ്ഞൂടാ, അമ്മ കൊറേ അടിച്ചു, അതായിരുന്നു കരയണത്. ചേച്ചി നമ്മളെ കൊണ്ടുപോകും ചേച്ചി. അമ്മ അച്ഛനെ നമ്മളെ ഫോറസ്റ്റിലൊന്നും കൊണ്ടുപോകൂല. രണ്ടുകൂടെ എനിക്ക് പോകുന്നുണ്ട് മുമ്പിൽ നിന്ന്. പുലി വന്നാന്നല്ലേ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ചേച്ചി അവിടെ വലിയ ആനയൊക്കെ ഉണ്ടായിരുന്നാ? ആനല്ല, നിന്റെ അപ്പൂപ്പ അവിടെ ഉണ്ടായിരുന്നു. അടിച്ചു പോടാൻ മുമ്പിൽ നിന്ന്. ചുമ്മാ അല്ല കിട്ടിയത്, ഇനിയും കിട്ടണം. എന്റെ മുമ്പിൽ നിന്ന് പോലെ രണ്ടിനെ തൂക്കിയെടുത്ത് ഇറങ്ങി നോക്കിക്കോ. നീ വാടി പാറു, വേണ്ടത് കിട്ടണം, ഇനിയും കിട്ടണം. ആഹാ, നല്ല ഉറക്കാണല്ലോ. ഛേ, ഈ ഫോറസ്റ്റ് കാണാൻ ഇനിയുടെ ഒരു വാക്ക് വിളിച്ചോണ്ടിരുന്നു, ഞാനിവിടെ പോകത്തില്ലായിരുന്നുള്ള കൂടെ. ഭാഗ്യമില്ല.